മലപ്പുറം വേങ്ങരയിൽ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയതായി പരാതി. 1.5 വർഷം മുൻപ് വിവാഹിതയായ യുവതിയാണ് ഭർത്താവ് കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത്. ഇവർക്ക് 11 മാസം പ്രായമുള്ള കുഞ്ഞുമുണ്ട്. യുവതിയുടെ കുടുംബം നൽകിയ 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവ് തിരികെ നൽകിയില്ലെന്നും പരാതി. വീട്ടുകാരായാലും ഒക്കെ ഓല് ചോദിച്ചിങ്ങനെ നമ്മൾ ഫുള്ളും കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. വീട്ടുകാരെ കൊണ്ട് കഴിയുന്നത് അവർ തന്നു. 20 ഭാഗം കുറവായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊടുത്ത ഇപ്പോൾ 20 ഭാഗം കുറവായിരുന്നു. അതിൻ്റെ പേരിൽ നല്ലതുണ്ടായിരുന്നു. ബാപ്പ ഞാൻ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എന്നോട് ചോദിച്ച് സ്വർണം എത്രയാണ് എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് 30 ഉണ്ടാവും. ഇക്കാര്യം കൃത്യമായിട്ട് എനിക്കറിയില്ല. എൻ്റെ ബാപ്പാട് നിങ്ങൾ ചോദിച്ചാളെന്ന് പറഞ്ഞു. പിന്നെ കോയിൻസ് ഉണ്ടാകുന്ന ചോദിച്ചു. ഇപ്പം പറഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല, കോയിൻസ് ഒന്നും ഇല്ല എന്നും പറഞ്ഞാൽ ഞാൻ എൻ്റെ പണിയെടുക്കാൻ പോയി. പിന്നെ അവർ സ്വർണ്ണം ഊരിച്ച് വാങ്ങി ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തു. പിന്നെ തന്നിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് എൻ്റെ മഹർ ഊരി വാങ്ങുന്നത്. പിന്നെ ഒന്നുമില്ല, മഹർ ഊരി വാങ്ങിച്ചു. മുഖേന ഞാൻ എൻ്റെ മോളെ 1, 2, 3 ചെല്ലിയിരുന്നു. തീർത്തോ കാരണം ഒരു ഒപ്പിടുള്ളടത്ത് ഒപ്പിട്ടുതരാം. തീർത്തു പോ. അതാണ് ആൺകുട്ടികൾ. അല്ല കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു ഇത്ര കാലം ഞാൻ ഉണ്ടാകുന്നു. പിന്നെ ഞാൻ എനിക്ക് ഈ വിളിച്ചോ ഈ പറഞ്ഞു കേൾക്കേണ്ട ആവശ്യമില്ല. അവിടെ പേരുണ്ട് എൻ്റെ മോക്ക് വേറെ ജീവിതം നോക്കി, ഞാൻ എനിക്ക് വേറെ ജീവിതം നോക്കി ഞാനും പോയിക്കോളാം. അതിന് അവനാൻ്റെ വൈക്കാൻ പോയിക്കോളൂ. ഇത് ഇങ്ങനെ കെട്ടിട്ട് ഞാൻ എനിക്ക് നഷ്ടങ്ങളുള്ളൂ, എനിക്ക് നഷ്ടങ്ങളുള്ളൂ. എനിക്ക് ഇതിന്റെ തലേന്ന് എന്റെ മോളെ അതൊക്കെ പഠിച്ചോളാന്ന് നോക്കണം. അതിന് നോക്കേണ്ട ആവശ്യമില്ല. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ പി അക്ബർ, മുത്തലാഖ് നിരോധന നിയമപ്രകാരം ഇവർക്ക് പരാതി നൽകാമല്ലോ. ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചെയ്യുന്നത് നിയമപ്രകാരം തെറ്റല്ലേ? തീർച്ചയായും സുജയ, മുത്തലാഖുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ സംവിധാനങ്ങൾ ഇവിടെയുള്ള ഒരു സാഹചര്യത്തിലാണ് അതിനൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇത്തരമൊരു നീക്കം മലപ്പുറത്തുണ്ടായിരിക്കുന്നത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള വീരാൻകുട്ടിയാണ് തന്റെ ഭാര്യയായിട്ടുള്ള വേങ്ങര സ്വദേശിനിയെ മൊബൈൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയിരിക്കുന്നത്. അതിന്റെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭാര്യയായിട്ടുള്ള വേങ്ങര സ്വദേശിനിയുടെ പിതാവുമായിട്ട് വീരാൻകുട്ടി സംസാരിക്കുന്നതിന്റെ ശബ്ദ സംഭാഷണം നമ്മൾ കേട്ടു. അതിൽ കൃത്യമായിട്ടും മകളെ മുത്തലാഖ് ചൊല്ലുന്നു, 1, 2, 3 എന്ന് ചൊല്ലിക്കൊണ്ട് മുത്തലാഖ് ചൊല്ലുന്ന അപൂർവ നടപടി വീരാൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തിലാണ് ഭാര്യയും കുടുംബവും പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 1.5 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. 11 മാസം പ്രായമുള്ള ഒരു കുട്ടി ഇവർക്കുണ്ട്. 40 ദിവസം മാത്രമാണ് വേങ്ങര സ്വദേശിനിയായ ഭാര്യ വീരാൻകുട്ടിയുടെ കൊണ്ടോട്ടിയിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. പിന്നീട് തൻ്റെ സ്വന്തം വീടായിട്ടുള്ള വേങ്ങരയിലേക്ക് വരികയായിരുന്നു. കുട്ടിയുണ്ടായതിനു ശേഷം ഒരു തരത്തിലുള്ള ആശയവിനിമയം ഇവർ തമ്മിലുണ്ടായിട്ടുള്ള ഫോണിലൂടെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഇവരുടെ ചിലവൊന്നും തന്നെ നോക്കാനോ വീരാൻകുട്ടി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം ഭാര്യ ഉന്നയിക്കുന്നത് വീരാൻകുട്ടിയുടെ പക്കൽ ഭാര്യയുടെ 30 പവനോളം സ്വർണവും മറ്റു പണവും ഉണ്ട് എന്നുള്ളതാണ്. ഇത് തിരിച്ചു തരാനും വീരാൻകുട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഈ പെൺകുട്ടിയുടെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. മുത്തലാഖുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നടപടികൾ ചിലയിടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കൊണ്ടോട്ടിയിലെ സംഭവം തെളിയിക്കുന്നത്. സുജയ.